ഗവർണർക്കാണോ മുഖ്യമന്ത്രിക്കാണോ അധികാരം എന്ന ചോദ്യം ഉയരുമ്പോൾ പരമാധികാരം ജനങ്ങൾക്ക് തന്നെയാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പൈതൃകങ്ങളെ തള്ളിപ്പറയുക എന്നത് പുരോഗമന ലക്ഷണമാണെന്ന് തോന്നിപ്പിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെ തള്ളിക്കളയണമെന്നും ഗവർണർ പറഞ്ഞു. പാലാ ലയൺസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള. ഒരുപാട് വിവാദം നടക്കുന്ന കാലമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണോ അതല്ല ഭരണഘടന കൽപ്പിച്ച് നടത്തുന്ന എന്തിനും അന്തിമമായി മേലപ്പ് ചാർത്തി അംഗീകാരം നൽകിയാൽ മാത്രം നിയമമാകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ഗവർണർ ഇങ്ങനെ ഒരുപാട് അധികാരമുള്ള ആളുകളുണ്ട്. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഗാന്ധിജിയുടെ നാട്ടിൽ ആരാണ് പരമാധികാരി എന്ന് ചോദിച്ചാൽ, സുപ്രീം എന്ന് ചോദിച്ചാൽ, സുപ്രീം എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം അത് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ വായനയും എഴുത്തുമൊക്കെ പലപ്പോഴും അനുശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഞാൻ എവിടെയും സാധൂകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത, സുപ്രീം എന്ന ചോദ്യത്തിന് ഉത്തരം ജനങ്ങളെന്നാണ്. നിങ്ങൾ ചിലരെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ശ്രമിച്ചിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ച ആളുകൾ പാലായെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പേരുണ്ടാകുമെന്ന് എനിക്കറിയാം. നെല്ലിയാനി ലയൺസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ടോമി മാങ്കൂട്ടം അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ് അംഗം കൂടിയായ മാണി സി കാപ്പൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. അംഗങ്ങളോടുകൂടി ഇവിടെ ചെയ്തിട്ടുള്ള മഹത്തരമായ പ്രവർത്തനങ്ങൾ, കരയുന്നവന്റെ കണ്ണുനീരൊപ്പുകയും അർഹിക്കുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹം. ആ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പാലാ ലയൺസ് ക്ലബ്ബ്. ആ ക്ലബിലെ ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ടോമി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലയണാന്ന് പറഞ്ഞപ്പോൾ ശ്രീധരൻപിള്ള സാർ എന്നോട് ചോദിച്ചു, ലയണാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കോമഡി പറയണമെന്ന് തോന്നി. ലോകത്തിലെ ഏറ്റവും ആരോഗ്യവാനായ പൂച്ചയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും പൂച്ചയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മത്സരം നടന്നു. അവസാനം 2 പൂച്ച ഫൈനലിൽ വന്നു. ഒന്ന് എത്യോപ്യയിലെ പൂച്ചയും ഒന്ന് അമേരിക്കയിലെ പൂച്ചയും. എത്യോപ്യയിലെ പട്ടിണിയുള്ള രാജ്യം, അവരെങ്ങനെ ഇത്ര വലിയൊരു ആരോഗ്യവാനായ പൂച്ച. ഏതായാലും മത്സരം ആരംഭിച്ചു, ബസ്സിലടിച്ചു. എത്യോപ്യയിലെ പൂച്ച ഒറ്റയടി, അമേരിക്കയിലെ പൂച്ച തിരിച്ചറിയിടുന്നു. മത്സരത്തിൽ എത്യോപ്യ പൂച്ച ജയിച്ചു. പിന്നീട് അന്വേഷണം നടന്നു. അന്വേഷണത്തെ അറിഞ്ഞ് പുലിയായിട്ടാണ് ജനിച്ചത്, മെലിഞ്ഞ് പൂച്ചയായി പോയതാണ്. ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഗവൺമെന്റ് ജൂബിലി സെലിബ്രേഷൻസിന്റെ തുടക്കത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആരാധനായ ഗവർണറോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻ MP വാക്കച്ചമറ്റത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ബിനോ കോശി, മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു, മാഗി ജോസ് മേനാമർമിൽ, സെക്രട്ടറി ജോമി ചാത്തനാട്ട എന്നിവർ പ്രസംഗിച്ചു. ക്ലബ് അംഗങ്ങളായി 50 വർഷം പൂർത്തിയാക്കുന്ന വക്കച്ചമറ്റത്തിൽ കുട്ടിച്ചൻ പഞ്ഞിക്കുന്നൽ, ദേവസ്യാച്ചൻ തോട്ടുങ്ങൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോട്ടയം ജില്ലയിൽ 2 ലയൺസ് ക്ലബ്ബുകൾ മാത്രമുണ്ടായിരുന്ന 1974 പ്രവർത്തനം ആരംഭിച്ച പാലാ ലയൺസ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. പാലാ ലയൺസ് ക്ലബിന്റെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമായത്.